ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷേ വിശ്വാസിയാണ്. വിശ്വാസിയാകുന്നത് ദൈവവിശ്വാസവും വിശ്വാസവും രണ്ടാണ്. അന്ധവിശ്വാസം വേറൊന്ന്. ഇപ്പം വിശ്വാസിയാകുന്നത് എങ്ങനെയാണ്? ദൈവവിശ്വാസി അല്ലാതെ എങ്ങനെ വിശ്വാസിയാകാം? എനിക്ക് ശബരിമല അയ്യപ്പനെ വിശ്വാസമാണ്, ശ്രീബുദ്ധനെ വിശ്വാസമാണ്, ശ്രീ യേശുദേവനെ വിശ്വാസമാണ്, നാരായണ ഗുരുവിനെ വിശ്വാസമാണ്, കാൾമാർക്സിനെ വിശ്വാസമാണ്, VI ലെനിനെ വിശ്വാസമാണ്, EMSനെ വിശ്വാസമാണ്, AKGയെ വിശ്വാസമാണ്. പറഞ്ഞു വന്നത്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും നമുക്ക് വിശ്വാസമുണ്ട്. ഇതാണ് അതിൻ്റെ പൊരുൾ. അത് ദൈവവിശ്വാസമല്ല, അന്ധവിശ്വാസമല്ല. അങ്ങനെ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചെന്ന് പറയുകയാണ്. ഈ നരേന്ദ്രമോദിക്ക്, നമ്മുടെ പ്രധാനമന്ത്രിക്ക്, ഒരു ശാപം കിട്ടിയതുപോലെ തോന്നുന്നു. ഈ മൂന്നാം ഊഴം, ഒന്നാം ഊഴം, രണ്ടാം ഊഴം കഴിഞ്ഞ് മൂന്നാം ഊഴത്തിൽ എന്തോ ഒരു ശാപം കിട്ടിയ പോലെ തോന്നുന്നു. അന്ധവിശ്വാസമായിട്ട് എടുക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൈവവിശ്വാസിയല്ല. ഇത് ആലങ്കാരികമായിട്ട് പറയുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതായത് ഒരു ക്ഷേത്ര തന്ത്രി ചെയ്യേണ്ടുന്ന ക്രിയകൾ കഴിഞ്ഞ ജനുവരി 22-ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ചെയ്തു എന്ന് പറയുന്നതിനകത്ത് എവിടെയൊരു വലിയ പാകപ്പിഴയുണ്ട്, അല്ലേ? ക്ഷേത്രം തന്ത്രിയാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത്. അതിന് പ്രത്യേക പൂജാവിധികളുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം പ്രാണപ്രതിഷ്ഠ നടത്തുക എന്ന് പറയുന്നു. അവിടെ എവിടെയോ ഒരു പന്തികേടുണ്ട്. അതന്നേ നമുക്ക് തോന്നിയൊരു കാര്യമാണ്. പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണൻ, ഒരു വിഗ്രഹത്തിലേക്ക് പ്രാണനെ, ജീവനെ ആവാഹിക്കുന്ന ആചാരപരമായ ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഏത് ക്ഷേത്രത്തിലും ഏത് ആരാധനാലയത്തിലും ആ വിഗ്രഹത്തിലേക്ക് ഹിന്ദു വിശ്വാസപ്രകാരം ഇങ്ങനെ പ്രാണനെ സന്നിവേശിപ്പിക്കണം. പക്ഷെ അതിന് യോഗ്യതയുള്ള, അതിന് ആ ഹിന്ദു ധർമ്മത്തിൽ പറയുന്ന ഹിന്ദുത്വയല്ല, BJPയുടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. ഹിന്ദു ധർമ്മത്തിൽ അതിന് യോഗ്യരായവരെ, പരമയോഗ്യരെ വിളിച്ചിട്ട് ചെയ്യേണ്ടുന്ന കൃത്യം ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവണമെന്നില്ല, അത് വലുതാവാം. അപ്പം ഞങ്ങളിപ്പം സംശയിക്കുന്നത്, ആലങ്കാരികമായിട്ട് പറയുകയാണേ, വേറെ അന്ധവിശ്വാസമൊന്നും വെച്ച് പറയല്ല, ഈ നരേന്ദ്രമോദിക്ക് പ്രതിഷ്ഠ വശം വഴി രാമകോപം കിട്ടിയിട്ടുണ്ടാവും. കാരണം രാമൻ ഏറ്റവും വലിയ ദൈവമാണല്ലോ ഈ വിശ്വാസികൾക്ക്, രാമസങ്കല്പത്തെ വിശ്വസിക്കുന്നവർക്ക്. അപ്പം മോദിക്ക് രാമകോപം കിട്ടിയോ എന്നൊരു സംശയം. രാമന്റെ ദുഃഖം കാണാതിരിക്കരുത്. എനിക്ക് എൻ്റെ വിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠ ചെയ്ത് എനിക്ക് ജീവൻ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവായി പോയല്ലോ. അല്ല, രാമൻ പഴയ രാജാവാണ്, എന്നാൽ പോലും ചടങ്ങിനൊരു ഒരു ദൈവികത വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രാമന്റെ ദുഃഖം ഇതിൻ്റെ അകത്തുണ്ടാകാം. ഇനി രാമശാപം വേണേ വരാം. ഇതിലേതാണ്? രാമകോപമാണോ, രാമദുഃഖമാണോ, രാമശാപമാണോ നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും പിടികൂടിയിരിക്കുന്നത് എന്നാണ് ഇപ്പം ഞങ്ങളുടെ ഒരു ശങ്ക, സംശയം. കാരണം ഓരോന്ന് വരുമ്പം ബുദ്ധിമോശം വന്നിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ, ഇപ്പം ഏറ്റവും ഒടുവിലത്തെ പൊളിറ്റിക്കൽ സംഭവ വികാസങ്ങൾ ഡൽഹിയിൽ അരങ്ങേറുന്നത് കാണുമ്പോൾ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ആർക്ക്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും കേന്ദ്ര സർക്കാരിനും. അത് ആലങ്കാരികമായിട്ട് ഞങ്ങൾ പറഞ്ഞു, അന്ധവിശ്വാസം പറഞ്ഞല്ല. ഓക്കെ, ഇനി ഇതിവിടെ തീരുന്നില്ല വിഷയങ്ങൾ. ആദ്യം ജർമ്മനി പ്രതിഷേധിച്ചു, കേജ്രിവാൾ അറസ്റ്റിൽ, ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ആ രീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ജർമ്മനിയുടെ നയതന്ത്ര പ്രതിനിധി പ്രതികരിച്ചു. അവിടുത്തെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയിട്ട് ശാസിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്ലോമാറ്റിക് ആക്ടിവിറ്റിയാണ്, നയതന്ത്ര തലത്തിൽ നടത്തുന്ന ഒരു കാര്യങ്ങളാണ്.
അതിലാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു പ്രസ്താവന ഇറക്കുന്ന ഒരു രാജ്യം, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ അവിടുത്തെ എംബസിയിലെ ഒരുത്തിനെ വിളിച്ചെടുത്തിട്ട് നിങ്ങൾ ആ ചെയ്ത് ഞങ്ങൾക്കൊരു അതൃപ്തിയോട് അറിയിക്കുന്നു പോകുന്നു. ഇത് ഇറ്റ്സ് റോട്ടീൻ, സാധാരണ നടപടിക്രമമാണ്. പക്ഷെ രണ്ടാമതും അത് പറഞ്ഞു കഴിയുമ്പോൾ അത് സീരിയസ് ആണ്, അല്ലാതെ അതിൽ അസാധാരണത്വമൊന്നുമില്ല. പിന്നാലെ US ഗവൺമെന്റ്, അമേരിക്ക അതൃപ്തി പ്രകടിപ്പിച്ചു, ജർമ്മനി പറഞ്ഞ അതേ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടുത്തെ എംബസിയിലെ ഒരു സീനിയർ ഒരു ഒഫീഷ്യൽസിനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിച്ചു. ഓക്കെ, ഇറ്റ് ഇസ് റൂട്ടീൻ. പക്ഷെ അത് കഴിഞ്ഞിട്ട് US വീണ്ടും പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, ഈ ചെയ്യുന്നത് ശരിയല്ല. അതായത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി സീരിയസ് ആണ് കാര്യം. അമേരിക്കൻ ഗവൺമെന്റ്, US ഗവൺമെന്റ് ഈ അവരുടെ നയതന്ത്ര ഒഫീഷ്യൽസിനെ വിളിച്ചു വരുത്തി ഇന്ത്യ ഭരണകൂടം അതൃപ്തി അറിയിച്ചിട്ടും നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും US ഗവൺമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. രണ്ടാമതും ഞങ്ങൾ നിലപാടിൽ ഉറച്ചിരിക്കുന്നു, ഇന്ത്യയിൽ ചെയ്യുന്ന ഈ രീതിയിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യത്തിൽ നിരക്കുന്ന കാര്യങ്ങളെ, അതുപോലെ കോടതിക്ക് ന്യായമായ കാര്യങ്ങളെ ഇവിടെ നടക്കാൻ പാടുള്ളൂ, അതൊരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആവശ്യമാണ് എന്നവർ വീണ്ടും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ഒരു അമേരിക്കൻ ഡിപ്ലോമാറ്റിനെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ചെങ്കിലും അമേരിക്ക രണ്ടാമതും പറഞ്ഞു ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന്. കാര്യം പിടികിട്ടിയല്ലോ. ഇറ്റ്സ് നോട്ട് വെരി സിമ്പിൾ. എന്താ അമേരിക്ക വീണ്ടും പറഞ്ഞ് ഞങ്ങൾ ഉറച്ചിരിക്കുക, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളൂ എന്നതിൻ്റെ അർത്ഥം. ആ വഴിയിലേക്ക് ഇത് കൊണ്ടുപോകണമായിരുന്നോ എന്ന് കേന്ദ്ര സർക്കാരായിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത്. കൈവിട്ടു പോയല്ലോ. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം പ്രത്യാഘാതങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചിന്തിക്കണമായിരുന്നു, നയതന്ത്ര തലത്തിൽ പോലും. ഇനി അതവിടെ കഴിയട്ടെ. വീണ്ടും മൂന്നാമത്തെ കോല് വന്നിരിക്കുക. ആരാണ് അത്? ചെറുതല്ല, രാജ്യമല്ല, UN ആണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്പോക്ക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ, സ്പോക്ക് പേഴ്സൺ പറയുന്നത് ആളിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ആളിന്റെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ UN സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അതിന് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ്, മോദി സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല. ഇത് ഇന്നലെയാണ് വന്നത് കമന്റ്സ് UN-ന്റെ. ഇനി മറുപടി പറയുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്താ മറുപടി പറയുക എന്നുള്ളത് പ്രതീക്ഷിക്കാം. ഇനി എന്താണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്റേതായിട്ട് വന്ന വാചകങ്ങൾ എന്താണ്? നമ്മളതൊന്ന് കണ്ടിരിക്കണം, കേട്ടിരിക്കണം. അദ്ദേഹം പറഞ്ഞത്, അന്റോണിയോ ഗുട്ടറസ്, സെക്രട്ടറി ജനറൽ ഓഫ് UNO, ഐക്യരാഷ്ട്രസഭയുടെ മേധാവി, ഇംഗ്ലീഷ് സ്പീച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. What we very much hope that in India, as in any country that is having elections, that everyone's rights are protected, including political and civil rights, and everyone is able to vote in an atmosphere that is fair and free and fair. ഇതാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സ്റ്റേറ്റ്മെന്റ്. ജർമ്മനിയും അമേരിക്കയും പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടി അളന്നു തൂക്കിയാണ് UN സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, പ്രതിപക്ഷ നേതാക്കളെ കൈകാര്യം ചെയ്യുമ്പോഴും ജനാധിപത്യ ഇലക്ഷൻ നടത്തുമ്പോഴും, ആസ് ഇൻ എനി കൺട്രി, വേറെ ഏത് രാജ്യത്തെയും പോലെ അതുണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ ചൊറിച്ചിലാണെന്ന് പറഞ്ഞാൽ തീരുവാം. അല്ല, ഇതൊരു UN ബോഡിയാണ് പറയുന്നത്, ഐക്യരാഷ്ട്രസഭ, ലോക രാജ്യങ്ങളുടെ സംഘടനയാണ് UN. ലോക രാജ്യങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന ലോകത്തെ ഏക സംഘടന ഐക്യരാഷ്ട്രസഭയാണ്, UN ആണ്. അതിന്റെ മേധാവിയാണ് പറയുന്നത്. അല്ലാതെ അമേരിക്കയോ ജർമ്മനിയോ അല്ല ജപ്പാനോ ചൈനയുടെയോ ഒരു പൊളിറ്റിക്കൽ മേധാവി അല്ല പറയുന്നത്, അവിടുത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയല്ല പറയുന്നത്. ഇത്രയും രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ലോക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആള് പറയുമ്പോൾ അതിനെങ്കിലും നമ്മൾ മാന്യത കൊടുക്കണം, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്.
അല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ കൈയിട്ടു, ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കോലിട്ടു എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയാണോ? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് വി വെരി മച്ച് ഹോപ്പ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ദാറ്റ് ഇൻ ഇന്ത്യ ഓർ ഇൻ എനി കൺട്രി ദാറ്റ് ഈസ് ഹാവിംഗ് ഇലക്ഷൻസ്, ഇന്ത്യ മാത്രമല്ല ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏത് രാജ്യത്തും, എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് പ്രത്യേകിച്ച് വിരോധമൊന്നും UN-നില്ല എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഏത് രാജ്യത്തും ഇലക്ഷൻസ് നടക്കുമ്പോൾ ഡെമോക്രസി അത് പാലിക്കപ്പെടണമെങ്കിൽ ദാറ്റ് എവരിവൺസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ്, ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ്, രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അവകാശപ്പെട്ടത് അവിടെ ഉറപ്പാക്കപ്പെടണം എന്നാണ് പറയുന്നത് UN സെക്രട്ടറി ജനറൽ. എവരിവൺ ഈസ് ഏബിൾ ടു വോട്ട്, നിർഭയമായിട്ട് നിഷ്പക്ഷമായിട്ട് വോട്ട് ചെയ്യാൻ കഴിയണം. ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ദാറ്റ് ഈസ് ഫ്രീ ആൻഡ് ഫെയർ, ഭീതിയില്ലാതെ സുതാര്യമായിട്ട് ഭയമില്ലാതെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കപ്പെടാൻ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇതിലെന്താ നമ്മൾ ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന ഏത് വാചകം അതിൻ്റെ അകത്തുള്ളത്? UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞതിനകത്ത് എന്തുണ്ട്? ഇന്ത്യയെ മോശപ്പെടുത്തുന്ന ഏതെങ്കിലും വാചകമുണ്ടോ? ലോക തലത്തിൽ നിന്നിട്ടാണ് UN സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത്. എവിടെ നടന്നാലും ഇത് പാലിക്കപ്പെടണം. ഇന്ത്യ മാത്രമല്ല, ഏത് രാജ്യത്തും ഇലക്ഷൻസ് ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കണം. ഇതിനെന്താ കുഴപ്പം? അപ്പൊ ഇതിനെതിരെ മോദി സർക്കാർ എന്താ പറയുന്നതെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് നോക്കാം.